ഉന്നയിച്ച മുക്കാൽ ഭാഗം ആരോപണങ്ങളും പച്ചക്കള്ളമാണ്. ഇപ്പൊ സിവിൽ സപ്ലൈസിൽ സാധനമില്ലാത്ത പച്ചക്കള്ളമാണോ? സിവിൽ സപ്ലൈസിൽ സാധനം ഇപ്പോ എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് നാം നടത്തേണ്ടത്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പെൻഷനെ കുറിച്ചായിരുന്നു ആരോപണം. ഇപ്പൊ 3 മാസത്തെ പെൻഷൻ ഈ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കുകയാണ്. പെൻഷൻ ഗുണഭോക്താക്കളുടെ കടമെടുത്താണ് പെൻഷൻ കൊടുക്കുന്നത്. ഓരോ അങ്ങയുടെ ഊഴത്തിൽ സംസാരിക്കൂ സാർ. ഊഴമുണ്ട് സാർ. അങ്ങ് മോദിയുടെ ഇവിടെ CAA കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇല്ലാത്ത കഥ പെരിപ്പിച്ച് കാണിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യമായി എന്റെ എതിരാളികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ UDF-നെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നയാള്, BJP-യെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നയാള് സംസാരിക്കാൻ അനുവദിക്കാതെ ആദ്യം വ്യക്തിപരമായി ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുക, തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കയ്യൊക്കെ കാണിക്കുക. അങ്ങനെയൊന്നും വരണ്ടു പോകുന്ന ആളുകളല്ല. അങ്ങനെയൊന്നും വരണ്ടു പോകില്ല. പറയാനുള്ളത് കൃത്യമായി പറഞ്ഞിട്ടേ പോകുള്ളൂ. ഇവിടെ ഇപ്പൊ പറഞ്ഞു മയ്യനാട് ഒരു ഷെൽട്ടർ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വയോധികരെ താമസിപ്പിക്കുന്നതിന് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കിയതിന് അത് വിദേശികളായിക്കൊള്ളട്ടെ. അവിടെ CAA-യുടെ അല്ലെങ്കിൽ NIA-യുമായി ബന്ധപ്പെട്ട് തടങ്കൽ പാളയമാണോ നിർമ്മിച്ചിട്ടുള്ളത്? താങ്കൾ പറയണം അതിന്റെ വസ്തുത. ഇവിടെ ഒരു കള്ളം 100 തവണ പറഞ്ഞ് സത്യമായി തീർക്കുന്ന ഗീബൽസിന്റെ തന്ത്രം കുറച്ച് സമയമായി മറുപടി വന്നു. അങ്ങനെ NPR-യുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ശേഖരിക്കുന്നില്ല. അത് തന്നെയാണ് ഓരോ കാര്യത്തിലുമുള്ളത്. ഇവിടത്തെ പ്രശ്നം BJP സർക്കാരിനേക്കാൾ ആവേശത്തോടുകൂടി CAA കേരളത്തിൽ നടപ്പിലാക്കാൻ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം എല്ലാ വസ്തുതയാണ്. പക്ഷേ യൂണിയൻ ടെറിട്ടറിപ്പെടുന്ന കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂയിലൂടെ ചലഞ്ച് ചെയ്യാൻ കഴിയാമെന്നുള്ളത് പ്രതിപക്ഷ നേതാവിന് അറിയാവുന്നതുകൊണ്ടാണോ? പ്രതിപക്ഷ നേതാവിന് അറിയാവുന്നതുകൊണ്ടാണോ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരാളിനെയും ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ വേർതിരിക്കലെന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിനെതിരായി ഇവിടെ CAA പാസ്സാക്കുമ്പോൾ, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കുമ്പോൾ ഇവിടെ നിന്ന് കൂകി വിളിക്കുന്നത് പോലെ BJP-ക്ക് കൂകി വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യമമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ വ്യക്തമാണ്. ഇനി താങ്കളുടെ ഊഴമാണ്. ചോദിച്ചാൽ മറുപടി കൂടി പറയണം. അടികൂടുമ്പോ പാറസാല കഴിയുമ്പോഴും മഞ്ചോസരം കഴിയുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് പോയി കൈയോർത്താൻ പോകുന്നവരാണ് ഈ അടികൂടുന്നത്. ശരി, 1-2 കാര്യങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട 1-2 സുഹൃത്തുക്കൾ ചോദിച്ച 1-2 ക്വസ്റ്റ്യൻ അതിന് ഉത്തരം പറയാതെ പോകാൻ പറ്റില്ല. ഒന്ന്, രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ എന്ത് വികസനമാണ് നടപ്പിലാക്കിയത്? ആ വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വോട്ട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, പാവപ്പെട്ടവന് കയറി കിടക്കാനുള്ള ആവാസ് യോജന പദ്ധതി ഈ രാജ്യം നടപ്പിലാക്കിയ സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. പാവപ്പെട്ടവനും ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ.